ഹാപ്പി വകയൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്താ ഗസ് ചെയ്യാൻ പറ്റുമോ? ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ദിവസമാണ് ഇന്ന്. അതൊക്കെ പറയാം. അതിൻ്റെ മുന്നേ ഇപ്പം ഞാൻ ആദ്യം വന്നത് ബലദിലേക്കാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടില്ലേനോ ഇമ്മക്കൊരു പേരെഴുതിയ ലോക്കറ്റ് വാങ്ങണമെന്ന്. അപ്പോൾ അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ടേനി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ബലദിലേക്ക് പോയതാണ്. ഇതാണ് കേട്ടോ ആ ലോക്കറ്റ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അറബി എഴുതിയതൊക്കെ നല്ല വൃത്തിക്ക് എഴുതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് അറബി റൈറ്റിങ് നല്ല രീതിയിൽ കിട്ടണത് എന്ന്. ഇത് നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതിതാ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് മാരത്തെ ഒരു ബോക്സിൽ ആക്കീന്. ഇത് ഞാൻ ഉമ്മക്ക് വാങ്ങണതല്ല കേട്ടോ, അത് ഞാനിവിടെ എടുത്ത് പറയാണ്. ഇത് എൻ്റെ ബ്രദർ എന്നെ വിളിച്ച് പറഞ്ഞതാണ് ഇമ്മക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓന് ദുബായിലാണുള്ളത്. അപ്പോൾ ഓന് അവിടുന്ന് വാങ്ങിയാൽ ശരിയാവില്ല, അതുകൊണ്ട് ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നത് നാളെ ആദിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓനക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടേനി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു സാധനം അന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വന്നപ്പോൾ ഓനിങ്ങനെ നല്ല ഇൻട്രസ്റ്റോട് കൂടി ഇങ്ങനെ തുറന്നു നോക്കണതൊക്കെ ഞാൻ കണ്ടീനി കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ മക്കൾക്ക് നമ്മൾ എക്സ്പെൻസീവ് ഗിഫ്റ്റ് കൊടുക്കണതിനേക്കാളും നല്ലത് ഓൽക്ക് അങ്ങനെ വില ഒന്നും ഓല് നോക്കൂല. കുട്ടികൾ ഒരിക്കലും വില നോക്കുകയില്ല. കാരണം ഓൽക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസീവ് ഗിഫ്റ്റിനേക്കാളും ഇഷ്ടം ഓൽക്ക് ഇഷ്ടം ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളായിരിക്കും. അപ്പോൾ ഇത് ഓനക്ക് കൊടുത്താൽ ഓനക്ക് നല്ല ഇഷ്ടപ്പെടുന്നു, എനിക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓനക്ക് സർപ്രൈസായിട്ട് ഇത് കൊടുക്കാമെന്ന്. പിന്നെ ലുലുവിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു കേക്ക് കൊടുത്തിട്ടോ. ഇപ്പോൾ ദാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നോക്കട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഇത് പിടിക്ക്. എന്റെ വകയൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്താ ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു ഗിഫ്റ്റ് ഗസ് ചെയ്. ഗസ് ചെയ്യ എന്താന്ന് പറയ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, എനിക്കറിയാം. ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. എന്നാലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും. തരട്ടെ, കണ്ണുപൂട്ട്. എന്നാ ഇഷ്ടായോ? എനിക്ക് ഇഷ്ടമാവാത്ത മാതിരി എന്റെ മുഖം കണ്ടിട്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടത്. ഭയങ്കര ഇഷ്ടമായി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. വീഡിയോ എടുക്കുന്നത് കാരണം ഇന്ന വീഡിയോ എടുക്കല്ലേ എന്നാണ് ഓൻ പറയണത്. പക്ഷെ ഞാൻ അത് വീഡിയോയിൽ ആഡ് ചെയ്തത് എന്താ വെച്ചാൽ ഇതൊരു മെമ്മറിയാണ്. ഇപ്പോൾ ഓൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ എൻ്റെ 10ാമത്തെ ബർത്ത്ഡേക്ക് ഇതൊക്കെ കാണുമ്പോൾ രസമല്ലേ. ഇപ്പോൾ എനിക്ക് അറിയൂല അതിനെപ്പറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓനെ അങ്ങനെ ആഡ് ചെയ്തതാണ്. അതിൻ്റെ ഒരു ഇതിലാണ് വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ആണ് ഓൻ അങ്ങനെ ഇരിക്കുന്നത്. ഇതിപ്പോൾ പിറ്റേന്നാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. പിറ്റേന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഗിഫ്റ്റ് കൊടുത്തിനത് എനിക്ക് 12 മണി കറക്റ്റ് 12 മണി ആ സമയത്താണ്. അപ്പോൾ അതേ ദിവസം തന്നെ രാത്രിയാണ് കേട്ടോ വന്നത്. എങ്ങനെ പറയുക, അതേ ദിവസം രാവിലൊക്കെ കഴിഞ്ഞിട്ട് വന്ന രാത്രി. അപ്പോൾ അതാ അങ്ങനെ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ഇത് ഓനക്ക് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി വാങ്ങിയ ഡ്രസ്സാണ്. നാട്ടിൽ പോണതിൻ്റെ തിരക്കിൽ ഓൻ്റെ ബർത്ത്ഡേ നമ്മൾ ഇതാക്കി എന്നുള്ളത് ഓനക്ക് തോന്നരുത്. നമ്മൾ ഓൻ്റെ ബർത്ത്ഡേ മെയിൻ ചെയ്യാതെ പോയി എന്നുള്ളൊരു തോന്നൽ ഓനക്ക് ഒരിക്കലും വരാൻ പാടില്ല. അപ്പം ഓനെ സന്തോഷിപ്പിക്കാനും ഓൻ്റെ ബർത്ത്ഡേ ദിവസം ഓനക്ക് സ്പെഷ്യലാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് ഭയങ്കര വലിയ സെലിബ്രേഷനൊന്നും വേണമെന്നൊന്നുമില്ല. പക്ഷേ ഓനായിട്ടൊന്ന് പുറത്ത് പോവുക, ഫുഡൊക്കെ കഴിക്കുക. ഓനക്ക് തോന്നണം ഓനെ നമ്മൾ എന്താ പറയുക അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഓനക്ക് അറിയാം. പക്ഷേ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഇപ്പം അടുത്ത് കഴിഞ്ഞ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ച് കേക്ക് മുറിച്ചൊക്കെ ചെയ്തീനി. അപ്പോൾ ഓൻ്റെ ബർത്ത്ഡേക്ക് ഓനക്കതൊരു സങ്കടം വരാൻ പാടില്ല. ഇന്നത്തെ ദിവസം സ്പെഷ്യലാക്കി കൊടുക്കണം ഓനക്ക്. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഓനെയും കൊണ്ട് ഇതാ അപ്പോൾ പുറത്തൊക്കെ പോയി. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇന്ന് ഓൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ വന്നത്. ഓനോട് എനിക്ക് എന്താ വേണ്ടിയത്, ഇന്ന് കംപ്ലീറ്റ് എൻ്റെ ഇഷ്ടമാണ്, അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഫുഡ് വാങ്ങണതും കാര്യങ്ങളും ഒക്കെ എന്ന് ഓനോട് ചോദിച്ചിട്ട് അങ്ങനെ ഓൻ്റെ ഇഷ്ടത്തിനാണ് വരുന്നത്. ഇങ്ങനൊരു ദിവസം നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഓലൊരിക്കലും ജീവിതത്തിൽ അത് മറക്കുകയില്ല. കാരണം കുറേ കാലം കഴിഞ്ഞാലും ഓലത് ഓർക്കും. എൻ്റെ അമ്മയും എൻ്റെ ഉപ്പയും ഇങ്ങനെ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ളതൊക്കെ ഓല ഓർക്കും. അപ്പോൾ ഞാൻ ഈ അതിൻ്റെ മാത്രമല്ല, ഇലുവിൻ്റെതാണെങ്കിലും അമ്മിമോൻ്റെതാണെങ്കിലും ഒക്കെ ബർത്ത്ഡേ ദിവസം അതിനാഘോഷിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ബർത്ത്ഡേ ദിവസം സ്പെഷ്യലാക്കി കൊടുക്കുക ആ ഒരു വ്യക്തിക്ക്, അവരുടേതായിട്ടുള്ളൊരു ദിവസമാക്കി ഓലെ അത്രയും എന്താ പറയുക ഇതാക്കി കൊടുക്കുക. കാരണം എന്നും ഓർമ്മയിൽ കിടക്കണ ഒരു ദിവസമാക്കി കൊടുക്കണം ഈ ഒരു ദിവസം. കാരണം ഇപ്പോൾ ഓനക്ക് 10 വയസ്സ്, ഇനിയിപ്പോൾ ഓന് കുറേ കാലം കഴിഞ്ഞ് വലിയ ആളൊക്കെ ആയാൽ ഓനക്ക് ഇങ്ങനെ ആലോചിക്കുമല്ലോ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയും പിന്നെ ഇങ്ങനെ ബർത്ത്ഡേ ദിവസം ഭയങ്കര എന്നെ കെയർ ചെയ്ത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തെന്ന് എനിക്ക് സർപ്രൈസ് തന്ന് എന്നൊക്കെ ഓൻ ആലോചിക്കുമല്ലോ. ആരതായാലും ഇപ്പോൾ മക്കളുടെയാണെന്ന് തന്നെയില്ല, ആരതായാലും അവരുടെ ബർത്ത്ഡേ ദിവസം നമ്മൾ അവർക്കായിട്ട് കൊടുക്കുക, ആ ദിവസം നമ്മൾ സ്പെഷ്യലാക്കി കൊടുക്കുക, അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. നൂൽ പൊറോട്ട, ഫ്രൈഡ് റൈസ്, അതേപോലെ ബട്ടർ നാന്, പിന്നെ ആ ചൂടാക്കിയ ചിക്കൻ്റെ പേര് ഞാൻ അന്നേരം ഓർത്ത് വെച്ചിനി. ഇപ്പം എനിക്ക് ഓർമ്മയില്ല, ഞങ്ങൾക്ക് പറയാൻ വേണ്ടി ഞാൻ ഓർത്ത് വെച്ചിനി, പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ബ്രൗണി വിത്ത് ഐസ്ക്രീം ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വാങ്ങി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്തായാലും ഞാൻ ടേസ്റ്റ് ഉണ്ടെന്നേ പറയുള്ളൂ, കാരണം മധുരമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ അപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ മിക്കവാറും പെട്ടി കെട്ടുന്നതൊക്കെ ആയിരിക്കും. ഇനി ഒരു 1 ഡേ ഉള്ളൂ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ആദിക്കുട്ടനക്കും വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ആദി.